നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുതിച്ചുയർന്നു കൃത്രിമ റബ്ബർ. സ്വാഭാവിക റബ്ബർ വിലയെ മറികടന്ന് കൃത്രിമ റബ്ബർ മുന്നേറി. 2024 ഓഗസ്റ്റിന് ശേഷം ആദ്യമായി പ്രകൃതിദത്ത റബ്ബറിനേക്കാൾ ഉയർന്ന വില കൃത്രിമ റബ്ബറിന് രേഖപ്പെടുത്തുന്നത്. മധ്യപൂർവേഷ്യയിലെ യുദ്ധാന്തരീക്ഷത്തിൽ ഫെബ്രുവരിക്ക് ശേഷം കൃത്രിമ റബ്ബർ വില 40% വർദ്ധിച്ചു. കോവിഡ് മഹാമാരിക്ക് ശേഷം സിന്തറ്റിക് റബ്ബറിൽ ഇത്തരത്തിൽ കുതിച്ചുചാട്ടം ആദ്യമാണ്. കേരളത്തിൽ 4ാം ഗ്രേഡ് കിലോ 220 രൂപയിലും 5ാം ഗ്രേഡ് 216 രൂപയിലും വ്യാപാരം നടന്നു. കനത്ത വേനൽ തുടരുന്നതിനാൽ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കുരുമുളക് വിലയിൽ മാറ്റമില്ല. അന്തർസംസ്ഥാന വ്യാപാരികൾ ചരക്ക് സംഭരണത്തിൽ പുലർത്തിയ തണുപ്പൻ മനോഭാവം വിലക്കയറ്റത്തിന് തടസ്സമായി. വിയറ്റ്നാമിൽ മുളക് കയറ്റുമതി വർദ്ധിച്ചതോടെ കരുതൽ ശേഖരം ചുരുങ്ങിയത് ആഭ്യന്തര വാങ്ങലുകാരെ നിരക്ക് ഉയർത്താൻ പ്രേരിപ്പിച്ചു. കൊച്ചിയിൽ ഗാർബിഡ് മുളക് വില കിലോ 709 രൂപയാണ്. വെളിച്ചെണ്ണ വില ഉയർത്താൻ തമിഴ്നാട് നടത്തിയ നീക്കങ്ങൾ ഫലം കാണാതെ വന്നതോടെ ഒരു വിഭാഗം വ്യവസായികൾ സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാൻ നടത്തിയ ശ്രമം വിലയിടിവിന് കാരണമായി. 18 ദിവസമായി കൊച്ചിയിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. അതേസമയം ഈ കാലയളവിൽ കാങ്കയത്തെ നിരക്ക് പല ആവർത്തി ഉയർന്നു. ഈസ്റ്റർ അടുത്തതിനാൽ അയൽ സംസ്ഥാനത്തെ വിലക്കയറ്റം ഇവിടെ എണ്ണവിലയിൽ പ്രതിഫലിക്കുമെന്ന നിഗമനത്തിലായിരുന്നു അവരെങ്കിലും കണക്ക് കൂട്ടലുകൾ തെറ്റിയതോടെ മില്ലുകാർ വിൽപ്പനയിലേക്ക് ചൂടുമാറ്റി. കാങ്കയത്ത് എണ്ണവില കിൻഡലിന് 525 രൂപ ഒറ്റയടിക്ക് ഇടിഞ്ഞ് 22,475 രൂപയായി. കൊച്ചിയിൽ നിരക്ക് 26,900 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.